ഡിപ്പാർട്ട്മെന്റ് തന്ന ഒന്നാം തരം സൂ ഉണ്ടായിരുന്നു. കള്ള നായ്ക്കള് കാട്ടിച്ചങ്ങട് പൊളിച്ച് തെരുവറ്റോളെ കൊല്ലണേന് എതിര് നിന്ന ഒരാളാ ഞാൻ. ഒക്കേനും കൊല്ലണപ്പോ എനിക്ക് തോന്നുന്നു എന്റെ ആ സൂ അടിച്ചു പൊളിച്ചിട്ട്. കേട്ടാല് ഓനെ അന്നെ ഞാൻ പട്ടിക്കിട്ടു. ഇപ്പൊ വെറുതെ പട്ടിയുടെ കടി ഈ കൊള്ളണ്ട, എന്നെ ചീത്ത കേൾപ്പിക്കരുത് കേട്ടോ. ആ അല്ല ഞാനിപ്പോ സൂ പോലീസ് ആളാ വിചാരിക്കും. നമസ്കാരം സാർ. നമസ്കാരം. കോയ സാറ്? അതെ കോയാണ്. ആ ചവറ സ്റ്റേഷനിലെ രമേശൻ സാറ് പറഞ്ഞിട്ടാ പറഞ്ഞത്, പാരിജാതൻ. ആ ശരി. ഓ എന്തായിരുന്നു കാരണം? അത് പെങ്ങളുടെ ഹസ്ബൻഡ് പ്ലാവിന്ന് വീണ് കുഞ്ചോടിഞ്ഞ് മരിച്ചായിരുന്നേ. അപ്പൊ FIR-ന്റെ കോപ്പി വേണം അതിന് അല്ലേ? അതിന് ആയിക്കോട്ടെ. ഇത് മരണത്തിൽ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? സംശയം ഉണ്ടായിട്ടല്ല, ഈ ATM-ന്റെ ഇൻഷുറൻസ് പൈസ ബാങ്കിൽ നിന്ന് കിട്ടണമെങ്കിൽ അത് വേണം. FIR-ന്റെ കോപ്പി അത് വേണ്ടി വരും. പിന്നെ അങ്ങനെ സംശയത്തിന്റെ കാര്യമില്ല സാറേ. അളിയൻ പ്ലാവയിലേക്ക് കയറണതും അവിടുന്ന് വീണ് കുഞ്ചോടിഞ്ഞ് മരിക്കണതും പെങ്ങള് കണ്ടിരിക്കുകയാണ്. അതുമെല്ലാം 4-5 ദിവസം കഴിഞ്ഞപ്പോ അയൽവക്കക്കാരെയും ബന്ധുക്കളെയൊക്കെ വിളിച്ച് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും വയറ് നിറച്ച് കൊടുത്ത് ഞാലിപ്പൂവും പഴമൊക്കെ കൊടുത്ത് സന്തോഷമായിട്ടാ പിരിഞ്ഞത്. ആശയല്ലോ, കുഴപ്പമൊന്നുമില്ല. ഒറ്റക്ക് കണ്ടു പറഞ്ഞിട്ട് അതെന്നായി. അതിപ്പോ എന്തായാലും FIR ഇപ്പൊ അത് തയ്യാറാക്കുമ്പോഴേ അത് എഴുതണ റൈറ്ററാണ് എഴുതണതേ. അതിന് നമ്മളൊരു അപേക്ഷ എഴുതി കൊടുത്താ പോരെ? മതി. മൂപ്പർക്ക് എഴുതുമ്പോ അതിന്റെ ഒരു ചെറിയ ഒരു പേനയില്ലേ മാഷിയുള്ള ഒരു അതിന്റെ ഒരു ചെലവെന്തെങ്കിലൊക്കെ വരുമല്ലോ. അത് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ ന്യായമായിട്ട് ചെയ്യാതെ. അതാ ഞാൻ പറഞ്ഞു, അവർ 500 രൂപ വരും. 10-500 രൂപ കൊടുത്താലേ കൊടുക്കാതെ അപ്പൊ അതങ്ങനെ ചെയ്യാ. പിന്നെ ഇപ്പൊ അത് ഒപ്പിടേണ്ടത് SI ഒപ്പിടണം. ഇപ്പൊ വേണമെങ്കിലേ ഇവിടെ വീട് മൂപ്പരെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആരെങ്കിലും പോയിട്ടേ മൂപ്പരുടെ ഭാര്യയുടെ അടുത്ത് ഒരു 500 രൂപ കൊടുത്താൽ. അല്ല, രമേശൻ സാറ് പറഞ്ഞ് അത് SI ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണ്, കോയ സാർ അത് ക്ലിയർ ചെയ്ത് തരുമെന്നാ രമേശൻ സാറ് പറഞ്ഞത്. അല്ല ഞാൻ ക്ലിയർ ആയ കുഴപ്പമൊന്നുമില്ല. എന്റെ തന്നെ തരണമെന്നില്ല എന്ന് പറഞ്ഞാണ് ഞാൻ. അങ്ങനെ വിശ്വാസക്കേടില്ല. ആയിക്കോട്ടെ. പിന്നെ ഇപ്പൊ അത് ഒരു സാറ് ഇപ്പൊ ആ പേപ്പർ അങ്ങോട്ടും കൂടെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കലും പിടിക്കലൊക്കെ ആയിട്ടൊരു 100-100 രൂപ ഓർക്കും ചെലവ് വരും. പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതൊക്കെ മെനക്കെട്ട് കൊണ്ടുവെക്കല്ലോ. കോയ സാറേ, നമ്മൾ ബാക്കി പറഞ്ഞ എല്ലാ പേപ്പേഴ്സും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഇതും കൂടി ഒന്ന് കിട്ടിയാൽ നമുക്ക് ബാങ്കിൽ അത് സബ്മിറ്റ് ചെയ്യായിരുന്നു. ആയിക്കോട്ടെ. അതിപ്പോ എത്ര എല്ലാവരുടെയും ഇതൊക്കെ കൂടിയിട്ട് 10,000-2,000 രൂപ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇപ്പൊ ഇൻഷുറൻസ് കായൊക്കെ കിട്ടണല്ലേ. എത്ര കിട്ടും ഇത് കായ്? ഒന്നും പറഞ്ഞില്ല, ഇതൊക്കെ ആയിട്ട് ചെല്ലുന്നാ പറഞ്ഞത്. അതിനും കായ് കിട്ടല്ലേ. 2,000 രൂപ മതി. ഞാന് ഷർട്ട് മാറ്റിട്ട് വരാം. അല്ല ഇന്ന് സാർ അല്ല അത് അങ്ങനല്ല, അത് ഇന്ത്യയിൽ തരണ്ട. 2000 ഉണ്ട്. അല്ല അതുകൊണ്ടല്ല, ഞാൻ കൈ കൊണ്ട് മേടിക്കലില്ല.